ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കെ ജൂറിക്കും മറ്റ് നടന്മാരുടെ മുമ്പിലും ഒരേ ഒരു എതിരാളി മാത്രമാണുള്ളത്. അതെ, നമ്മുടെ സ്വന്തം മമ്മൂക്ക തന്നെ. നാഷണൽ അവാർഡിന്റെയും സ്റ്റേറ്റ് അവാർഡിന്റെയും ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ മമ്മൂട്ടിയുണ്ട്. രണ്ട് സ്ഥലങ്ങളിലും ജൂറി അംഗങ്ങൾ ആകപ്പാടെ കൊഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. നാഷണൽ അവാർഡിന്റെയും സ്റ്റേറ്റ് അവാർഡിന്റെയും വിജയികളെ ഇതിനോടകം തീരുമാനമായിട്ടുണ്ട്. ഇനി പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാഷണൽ സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കാനിരിക്കെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലാണ് മത്സരം. ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിന് പൃഥ്വിരാജും, കണ്ണൂർ സ്ക്വാഡ്, കാതൽ ദി കോർ എന്നീ സിനിമകളുടെ അഭിനയത്തിന് മമ്മൂട്ടിയുമാണ് ഫൈനൽ റൗണ്ടിൽ എത്തി നിൽക്കുന്നത്. സുധീർ മിശ്ര ചെയർമാനായിട്ടുള്ള ജൂറി ഇന്ന് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആർക്ക് ലഭിക്കും ഈ അവാർഡ് എന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവരിലുമുണ്ട്. കഴിഞ്ഞ വർഷം മമ്മൂട്ടിയായിരുന്നു മികച്ച നടൻ. ഈ നീണ്ട ദശകങ്ങൾക്ക് ശേഷവും മമ്മൂട്ടി ഇപ്പോഴും മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വർഷത്തെ പോലെ തന്നെ അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ മമ്മൂട്ടി ചിത്രമുണ്ട് എന്ന് ഉറപ്പാണ്. ഭ്രമയുഗവുമായി അടുത്ത കൊല്ലത്തെ അവാർഡിനായി മത്സരിക്കാൻ മമ്മൂട്ടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മമ്മൂട്ടിക്ക് ഇപ്പോൾ 6 തവണ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ തവണ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്ന നടനായി മാറും മമ്മൂട്ടി. പക്ഷേ ശക്തമായ മത്സരവുമായി പൃഥ്വിരാജ് ഉണ്ട്. അഭിനയം മാത്രം കണക്കിലെടുത്താൽ അവാർഡ് ലഭിക്കാൻ സാധ്യത മമ്മൂട്ടിക്കാണ്. ആടുജീവിതത്തിന് വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ത്യാഗം ജൂറി അംഗങ്ങൾക്ക് അവാർഡിനായി പൃഥ്വിരാജിനെ പരിഗണിക്കാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് ആർക്ക് അവാർഡ് ലഭിക്കും എന്ന് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം. പക്ഷേ നാഷണൽ അവാർഡിന്റെ കാര്യത്തിലേക്ക് വന്നാൽ 2022 സെൻസർ ചെയ്ത സിനിമകളാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. അതിൽ മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കും റോഷാക്കുമാണ് അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ മമ്മൂട്ടിക്ക് ശക്തമായ എതിരാളിയായി നിൽക്കുന്നത് കന്നഡ നടൻ ഋഷഭ് ഷെട്ടിയാണ്. കാന്താര എന്ന സിനിമയിലെ പ്രകടനമാണ് ഋഷഭ് ഷെട്ടിയെ നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിൽ എത്തിച്ചത്. ഇവിടെയും അഭിനയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് എങ്കിൽ സംശയമില്ലാതെ തന്നെ പറയാൻ പറ്റും നാഷണൽ അവാർഡ് മമ്മൂട്ടിക്ക് എന്നുള്ള കാര്യം. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള നാഷണൽ അവാർഡിന്റെ കാര്യത്തിൽ അഭിനയം മാത്രം പോരാ എന്നുള്ള അവസ്ഥയാണ് ഉള്ളത്. ചിലരുടെ താല്പര്യങ്ങളും രാഷ്ട്രീയവും ഒക്കെയാണ് നാഷണൽ അവാർഡിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് വ്യക്തമായ കാര്യവുമാണ്. ഇതിനെയൊക്കെ മറികടന്ന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിക്കുമോ എന്ന് കണ്ടറിയണം. ഒരു കാര്യം ഉറപ്പാണ്, കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ മമ്മൂട്ടിക്ക് ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് എപ്പോഴോ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള അവാർഡ് പ്രഖ്യാപനത്തിൽ നമുക്ക് കണ്ടറിയാം ആർക്കായിരിക്കും നാഷണൽ അവാർഡ് എന്നുള്ള കാര്യം. എന്തുകൊണ്ടും ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തെക്കാളും 2 ഇരട്ടി മുന്നിലാണ് മമ്മൂട്ടിയുടെ പ്രകടനം. പക്ഷേ രാഷ്ട്രീയ പിടിപാട് മമ്മൂട്ടിക്ക് അത്ര പോരാ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്ക് അമിത പ്രതീക്ഷയില്ലാതെ നാഷണൽ അവാർഡിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. നാഷണൽ അവാർഡിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ചർച്ചകൾ തുടരാം. സ്റ്റേറ്റ് ആൻഡ് നാഷണൽ അവാർഡിന്റെ കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.